ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കണോ? നമ്മളോട് സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാ രാത്രിയിൽ നാളെ രാവിലേക്കൊക്കെയുള്ള ഇഡ്ഡലിക്കുള്ള മാവൊക്കെ അരച്ച് വെച്ച് കിടന്നുറങ്ങി. എണീറ്റ് വന്നപ്പോൾ ഇതാ ആകെ മാവൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. പ്രശ്നം വേറെ ഒന്നുമല്ല, ചെറിയ പാത്രമായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും പറയാൻ വയ്യില്ലല്ലോ. പിന്നെ അതൊക്കെ തുടച്ച് നന്നാക്കിയല്ലാതെ വേറെ എന്താ മാർഗ്ഗം. പിന്നെ ഓരോന്നായിട്ട് നമ്മുടെ ഇഡ്ഡലി തട്ടിൽ വെച്ച് വേവിച്ചെടുക്കാൻ നിർത്തി. പക്ഷേ എന്തായാലും നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. പിന്നെ ഇന്നലെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയിരുന്നു. സാമ്പാർ തലേ ദിവസം ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം ഇഡ്ഡലി അത് മസ്റ്റായിട്ട് എനിക്ക് അത്ര അധികം കഴിച്ചിട്ടൊന്നുമല്ല. പക്ഷെ എന്നാലും സാമ്പാർ ഇഡ്ഡലിയും അത് കേൾക്കാൻ തന്നെ എന്തോ ഒരു ആത്മബന്ധമല്ലേ പോലെ തോന്നൂലേ. അപ്പം ആ 2 ആത്മാക്കളെ നമ്മളിന്ന് രാവിലെ തട്ടി വയറ്റിലാക്കി. അപ്പോൾ ദാ പിന്നെ അതെല്ലാം കഴിഞ്ഞ് മക്കളോടെ ഉണ്ടല്ലോ, എന്നാൽ പിന്നെ ഹർത്താലൊക്കെ അല്ലേ, വീട്ടിലിരിക്കണ്ട, പണി തുടങ്ങിക്കോ. അവർ 2 പേരുടെ കയ്യിലും ചൂലും തോട്ടിയൊക്കെ കൊടുത്തേച്ച് പറഞ്ഞയച്ചു. ഒരാളൊക്കെ ഗണപതി 2 കഷ്ണാക്കിയിട്ട് അത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പ്രശ്നമൊന്നുമില്ല, അവനൊന്ന് ഞാൻ പേടിപ്പിച്ചതാണ്. പക്ഷേ അവന് അതുപോലും വലിയ സാധനം എന്നെ പേടിപ്പിക്കും ഇങ്ങോട്ട്. പിന്നെ അതൊക്കെ ശരിയാക്കി ഞാൻ പുറത്തത്തെ വർക്ക് ഏരിയയൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി മെഷീനും അതും ഇതൊക്കെ ഒന്ന് കുറേയൊക്കെ ഒന്ന് ഏതായാലും നോമ്പൊക്കെയല്ലേ, നോമ്പാകുമ്പോൾ ഒക്കെ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ടേ. എന്തിനാ ഞാൻ ഈ അട്ടത്ത് കിടക്കണമെന്ന് അറിയാത്ത കുറച്ച് പാത്രം ഉണ്ടാവില്ല എല്ലാവരുടെ വീട്ടിലും. അതെന്തിനാണെന്ന് ഓർക്കും അറിയില്ല, അതെന്തിനാന്ന് നമുക്കും അറിയില്ല. പക്ഷേ അതിൻ്റെ സമയം കിട്ടുക നമ്മൾ വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുന്ന സമയത്താണ് ഈ പാത്രം ഉള്ളോ, ഇനി പാത്രം ഇല്ലേ എന്നൊക്കെ ചോദിച്ചു വരുമ്പോഴാണ് നമ്മൾ തന്നെ അന്തം വിടുക. ഓ, അപ്പോൾ ഇൻ്റെ അടുത്തുള്ള പാത്രമൊന്നും പാത്രമില്ല എന്നൊക്കെ തോന്നലുണ്ടാവില്ലേ. പിന്നെന്താ ബ്ലാങ്കറ്റ് ഞാൻ പറഞ്ഞില്ലേ, മെഷീനൊക്കെ കേടായതുകൊണ്ട് നമ്മളെ കാൽ തന്നെയായിട്ട് ഇപ്പോൾ മെഷീൻ ഒരു ബേസ് കൊണ്ടുവന്ന് അതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലോണം ചവിട്ടി വൃത്തിയാക്കിയിട്ട് ആ ഒരു സ്റ്റൂളിൽ വെള്ളം വാരാൻ വേണ്ടി വെച്ചു. പിന്നെ നല്ല ക്ഷീണമൊക്കെ ഉണ്ടല്ലോ, രണ്ടാൾക്ക് പണിയൊക്കെ എടുത്തല്ലേ. പിന്നെ ഒരു ഐസൊക്കെ വന്നപ്പോൾ ഐസൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടോ. പിന്നെ ഇതാ മീൻ ഉച്ചക്കൊക്കെയുള്ള കൂട്ടാൻ മീനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്പെഷ്യൽ ഒരു കണ്ടുപിടിച്ചിട്ടോ, ഒരു വൈതനങ്ങ കൊണ്ടൊരു കൂട്ടാൻ. ഇടയ്ക്ക് 2, 3 വട്ടം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നല്ലൊരു ടേസ്റ്റ് തോന്നിയപ്പോൾ ഞാൻ പിന്നെ നിങ്ങൾക്കും കാണിച്ചു തന്നിട്ട് പിന്നെ ഷോർട്സ് ആയിട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കുഴപ്പമില്ല, രസമുണ്ട്, ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ അതെല്ലാം കൂട്ടി നമ്മൾ ചോറൊക്കെ കഴിച്ച് പിന്നെ ചോറ് കഴിക്കാൻ നേരത്ത് ഏതായാലും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ അവർക്ക് ചോറ് വേണ്ട, അവർ ഇഡലി നിന്നപ്പോൾ പിന്നെ ചോറ് വേണ്ടാന്നപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്തു, ഞാൻ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചു. പിന്നെ ഒരു നേരത്തെ ഇഡലി രാവിലെ പോകുള്ളൂ, പക്ഷേ മക്കൾക്ക് ഇഡലി ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ പിന്നെ അത് അവർ ഉച്ചയ്ക്ക് കഴിച്ചു, പിന്നെ അവർക്ക് ചോറൊന്നും വേണ്ട. പിന്നെ ചോറ് ഉച്ചയ്ക്ക് ഇഡലി കഴിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. രാവിലത്തെ ആ ചായക്കടി അത്ര മതി. പിന്നെ നമ്മൾ പാത്രമൊക്കെ അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഓരോ പാത്രം എടുക്കുമ്പോൾ അത് പപ്പട് കഴുകി വെക്കും. അല്ലെങ്കിൽ എനിക്കുറിച്ച് എന്തോ ഒരു പൊറുതിയേട് കേട്ടോ. സിങ്കിൽ പാത്രം കാണാതെ ഇഷ്ടേ ഇല്ല. സിങ്കിലെന്നല്ല, വീതനൻ്റെ എവിടെ ഒരു പാത്രം കാണിച്ചിട്ടില്ല. അതപ്പണ് കഴുകി, അതൊരു സ്പൂൺ ആണെങ്കിൽ ആ സ്പൂൺ അതപ്പണ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കണം. എന്താ ചെയ്യുക, ഓരോരോ ശീലങ്ങളില്ലേ. നമ്മൾ ഒരിക്കലും ചൊട്ടയിലെ ശീലം ചുടല വരെയെന്നല്ലേ, ഇനിയിപ്പോൾ അത് മാറാനും മാറ്റാനും കഴിയുമെന്ന് എനിക്കും തോന്നണില്ല. ഏതായാലും ഇങ്ങനെയൊക്കെ പോട്ടെ അല്ലേ, നമുക്ക് കഴിയുന്ന കാലത്തോളം ഇങ്ങനെയൊക്കെ പോട്ടെ, ആരോഗ്യമുള്ള കാലത്തോളം. അത് കഴിയുമ്പോഴല്ലേ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അപ്പോൾ മാർഗ്ഗം കണ്ടെത്താന്നേ. പിന്നെന്താ ഇങ്ങനെയൊക്കെ പാത്രം മോറുമ്പം ഇവിടെ നോക്കിയോ കാണാൻ കുറേ പ്ലാസ്റ്റിക്കും പാത്രം വരുന്നത്. ഇത് എവിടുന്നാ വന്നതെന്ന് എനിക്കും അറിയണില്ല കേട്ടോ. ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്നാണ് തോന്നുന്നുണ്ട്. ഏതായാലും അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പുറത്താട്ടോ കൊട്ട വെള്ളം വാർന്നിട്ട് ആ കൊട്ടി കൊണ്ടിടും. എന്നിട്ട് വെള്ളം വാർന്നതിന് ശേഷം അകത്തേക്ക് കൊണ്ടുവരലുള്ളൂ കേട്ടോ. അപ്പം അത് താന്നും പൊന്തി ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ കയറി ഇറക്കി ഒരു മടുപ്പാണല്ലോ. അപ്പം ഇൻഷാ അല്ലാഹ് നമ്മൾ പുറത്തെ വർക്കേരിയൊക്കെ നല്ല അടിപൊളി അടുക്കളയൊക്കെ ആക്കി മാറ്റണം എന്നൊക്കെ മനസ്സിൽ വലിയൊരു ആഗ്രഹമുണ്ട്. നമ്മളെ ആഗ്രഹങ്ങളാണല്ലേ നമ്മളെല്ലാ മനുഷ്യരെയും മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം. സ്വപ്നങ്ങളില്ലെങ്കിൽ പിന്നെ എന്താ ജീവിതം അല്ലേ? എന്താ അതിലൊക്കെ ഒരു അർത്ഥമുള്ളത്? എല്ലാ മനുഷ്യന്മാർക്കും സ്വപ്നങ്ങൾ വേണം. എന്നിട്ട് ആ സ്വപ്നങ്ങൾ പിന്നിൽ ഇങ്ങനെ 2 ചക്രം വെച്ചിട്ട് ഓടന്നെ. എന്നേലൊക്കെ ലക്ഷ്യത്ത്ക്ക് എത്തും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ആഗ്രഹിച്ച പോലത്തെ എല്ലാവരും ചെറിയ ചെറിയ നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ പടച്ചോൻ സാധിച്ചു തരട്ടെ. ഞാനും പ്രാർത്ഥിക്കാട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇനി എന്തായാലും വേണ്ടില്ല, ഫുഡ് തട്ടാനുള്ള പുറപ്പെടലാണ്. മക്കളെ വിളിച്ച് ഞാൻ പറഞ്ഞില്ലേ മക്കൾക്ക് വേണ്ട. പിന്നെ വേണ്ടിയിട്ടല്ല, പിന്നെ ഞാൻ പറയല്ലേ, വീഡിയോ ഒക്കെ വന്നതിന് ശേഷം എന്താണാവോ ഇപ്പോൾ ഭക്ഷണം കഴിക്കാനൊക്കെ പ്രത്യേക ഒരു താല്പര്യം കേട്ടോ. ഒന്നുമില്ലെങ്കിലും 4 ആൾ കാണണമല്ലേ, അപ്പം തിന്നാതെയും കുടിച്ചാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അല്ലേ. കാണുന്നവർക്കും ഇതെന്താ തിന്നലും കുടിച്ചലൊന്നുമില്ല, വെറും അടിച്ചിലും തുറക്കലും മാത്രമുള്ളൂ എന്ന് കരുതൂലേ. അപ്പോൾ ഫുഡൊക്കെ വിളമ്പിട്ടോ, അപ്പോഴാണ് 2 പാത്രം എക്സ്ട്രാ വീണ്ടും കണ്ടത് സിങ്കിൻ്റെ അടുത്ത്. പിന്നെ അതുകൂടി കൊണ്ടുപോയിട്ടാതെ എനിക്കെന്തോ എന്തോ ഒരു പൊറുതിയേട്. എന്നാൽ പിന്നെ അതുകൂടി കൊണ്ടുപോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കറി വെച്ചിട്ട് കഴിക്കാൻ പോവാന്നേ. ഇതിപ്പോൾ എന്താ അസുഖമെന്ന് എനിക്കും അറിയില്ല കേട്ടോ. എന്തെങ്കിലും പ്രശ്നമാണോ, ഡോക്ടറെ കാണേണ്ടി വരുമോ എന്നുള്ള ശങ്കയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. മനസ്സിനെ അങ്ങോട്ട് പിടിച്ചോട്ട് കിട്ടണില്ല. നീ വേണ്ട വേണ്ട അതവിടെ നിന്നോട്ടെ, കുറച്ചായിട്ട് കൊണ്ടുപോകാമെന്ന് കരുതിയാലും പറ്റുന്നില്ല. അതപ്പം തന്നെ കൊണ്ടുവച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരുമാതിരി പോലെ തോന്നും. അപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട അരമണിക്കൂർ മുന്നേ വെള്ളം കുടിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അരമണിക്കൂർ മുന്നേ ഒന്നല്ലെങ്കിലും ഒരു 5 മിനിറ്റ് കഴിച്ചിട്ട് പിന്നെ ഭക്ഷണം കഴിച്ച് നമ്മൾ നിസ്കരിക്കാനൊക്കെ ഇറങ്ങി. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കട്ടെ ചെയ്തിട്ടോ. ഉറങ്ങുന്നല്ല, വെറുതെ ഒരു പൂച്ചുറക്കറിയില്ല, ഒന്ന് കണ്ണും പിന്നിട്ടാൽ തലവേദനക്കൊക്കെ ഒരു ആശ്വാസം ഉണ്ടാവും. അപ്പം ഒരു 5-10 മിനിറ്റ് ഒന്ന് വിശ്രമിച്ച് പിന്നെ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ കുറേ കാലങ്ങളോളമായിട്ട് കിടക്കണ ഒരു സാധനമുണ്ട്, ഈ മുളക് ഉണങ്ങി 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 അതങ്ങേ അറ്റെത്തിക്കണം കേട്ടോ. ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചാൽ തന്നെ നല്ല പൊടി പൊടിയായിട്ട് വരുന്നുണ്ട്, അങ്ങനെ പൊടിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയില്ലേ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മയൊക്കെ പത്തിരിക്കൊക്കെ പൊടിച്ചു വന്നാൽ ആ പൊടിയൊക്കെ വറുത്തെടുത്ത് വെക്കണ ഒരു ഓർമ്മയുണ്ട് എനിക്ക്. അതുപോലെ മുളക് ഇത് മല്ലി ഇതൊക്കെ വറുത്തിട്ട് അമ്മ പൊടിക്കാറുള്ളായിരുന്നു. അപ്പം ഇപ്പോഴത്തെ മുളക് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ നല്ല ചൂടിട്ട് പൊടിപ്പിച്ചാൽ തന്നെ മതി എന്നൊക്കെ പറയും. പക്ഷേ എന്നാലും നമുക്ക് കണ്ട് കേട്ട് പഠിച്ച ശീലങ്ങൾ അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് മുളകൊക്കെ വറുത്ത് വെക്കുന്ന സമയത്ത് നല്ല തുമ്മലായിരുന്നു കേട്ടോ, കുട്ടികളും ഞാനൊക്കെ ഇരുന്ന് തുമ്മലും. പക്ഷേ എന്നാലും നമുക്ക് അതൊക്കെ ഒന്ന് സഹിക്കാം, കുറച്ച് അലർജീൻ്റെ പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാരല്ലേ, അപ്പോൾ ഒക്കെ ഉണ്ടാവും. എല്ലാം നമ്മൾ തരണം ചെയ്യണമെന്നേ.
പിന്നെ കുറച്ച് തുണികളൊക്കെ കൊണ്ടുവന്ന് വെച്ച് അതൊക്കെ മടക്കിയെടുത്ത് വെച്ചു. നാളെ രാവിലത്തേക്കുള്ള ബീൻസ് അതൊക്കെ ഒന്ന് ആരൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടോ. രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കിടന്നുറങ്ങി. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സീ യു.